രണ്ട് മുഖം കാണിച്ച് CPM വിശ്വാസികളുടെ പ്രീതി പിടിച്ചുപറ്റാൻ ഒരിടത്ത് സേവനവും മറുവശത്ത് വിശ്വാസികളെ വേദനിപ്പിക്കാൻ പന്നിയിറച്ചി ചലഞ്ചും. പൂക്കളത്തിന് പകരമാണ് പന്നിയിറച്ചി ചലഞ്ച് നടത്തുന്നത്. ഒരു വിഭാഗം വിശ്വാസികൾ ഇതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. CPM നിയന്ത്രണത്തിലുള്ള രണ്ട് സംഘടനകളാണ് രണ്ടിടത്തായി പരിപാടികൾ നടത്തുന്നത്. പയ്യാമ്പലത്ത് വിശ്വാസികൾക്ക് കൈത്താങ്ങും പടിയൂരിൽ പന്നിയിറച്ചി ചാലഞ്ചുമാണ് പരിപാടികൾ. പിതൃതർപ്പണത്തിന് പയ്യാമ്പലത്തെത്തുന്ന വിശ്വാസികൾക്കായി CPMന്റെ സാന്ത്വന പരിചരണ വിഭാഗമായ IRPC യാണ് സൗകര്യമൊരുക്കുന്നത്. ലഘുഭക്ഷണം, ആംബുലൻസ് സേവനം, വൈദ്യസഹായം എന്നിവ ഒരുക്കുന്നുണ്ട്. വിശ്വാസികളുടെ പിന്തുണ ആർജിക്കാനാണ് ഇതുവഴി CPM ലക്ഷ്യമിടുന്നത്. കർക്കിടക വാവ് ദിനത്തിൽ പന്നിയിറച്ചി ചാലഞ്ചുമായി CPMന്റെ നിയന്ത്രണത്തിലുള്ള സംഘടന കണ്ണൂർ പടിയൂരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പടിയൂർ കരവൂർ AKG വായനശാലയാണ് ചലഞ്ച് നടത്തുന്നത്. 1 കിലോ പന്നിയിറച്ചി 370 രൂപയ്ക്ക് അന്നേ ദിവസം നൽകും. മുൻകാലങ്ങളിൽ നടത്തിയിരുന്ന പൂക്കള മത്സരത്തിന് പകരമായാണ് പന്നിയിറച്ചി ചാലഞ്ച് നടത്തുന്നത്. ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായാണ് ചലഞ്ച് പ്രഖ്യാപിച്ചതെങ്കിലും ചലഞ്ച് നടത്തുന്നത് വാവു ദിനത്തിലാണെന്ന് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. വയനാട് പുനരധിവാസ ഫണ്ട് സമാഹരിക്കാൻ DYFI പന്നിയിറച്ചി ചലഞ്ച് നടത്തിയത് നേരത്തെ വിവാദമായിരുന്നു. കണ്ണൂരിലെ തന്നെ പയ്യാമ്പലത്ത് മറ്റൊരു പരിപാടിയും വാവു ദിനത്തിൽ CPM സംഘടന നടത്തുന്നുണ്ട്. വാവു ബലിക്കായി പയ്യാമ്പലത്ത് എത്തുന്ന വിശ്വാസികൾക്കായി ലഘുഭക്ഷണം, ആംബുലൻസ് സേവനം, വൈദ്യസഹായം എന്നിവയാണ് CPM സജ്ജീകരിച്ചിരിക്കുന്നത്. CPMന്റെ സാന്ത്വന പരിചരണ വിഭാഗമായ IRPC ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായാണ് ഇത് പ്രഖ്യാപിച്ചതെങ്കിലും പന്നിയിറച്ചി ചാലഞ്ച് നടത്തുന്നത് കർക്കിടക വാവു ദിനത്തിലാണെന്ന് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നടത്തിയിരുന്ന പൂക്കള മത്സരത്തിന് പകരമായാണ് പന്നിയിറച്ചി ചാലഞ്ച്. കർക്കിടക വാവും പന്നിയിറച്ചിയും തമ്മിൽ ബന്ധമില്ലാതിരുന്നിട്ടും വിശ്വാസികൾ പിതൃസ്മരണ പുതുക്കുന്ന ദിനത്തിൽ ഇത്തരമൊരു പരിപാടിക്ക് സംഘാടകർ ഇറങ്ങിയതിന്റെ അനൗചിത്യമാണ് ചർച്ചയാകുന്നത്. വിശ്വാസി സമൂഹത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൽ CPMനുള്ള ആശയക്കുഴപ്പമാണ് ഇത്തരം ഇടപെടലുകളിൽ മുഴച്ചു നിൽക്കുന്നത്. P ജയരാജൻ CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പാർട്ടി വിശ്വാസികൾക്ക് എതിരല്ലെന്ന് കാണിക്കാൻ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഘോഷയാത്രകൾ സംഘടിപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് അത് ഉപേക്ഷിച്ചു. വയനാട് പുനരധിവാസ ഫണ്ട് സമാഹരിക്കാൻ DYFI പന്നിയിറച്ചി ചാലഞ്ച് നടത്തിയത് നേരത്തെ വിവാദമായിരുന്നു. അതേസമയം 2026 കർക്കിടക വാവ് ബലി ഓഗസ്റ്റ് 12 ബുധനാഴ്ചയാണ് വരുന്നത്. മലയാള മാസമായ കർക്കിടകത്തിലെ അമാവാസിയിലാണ് ഇത് ആചരിക്കുന്നത്. മരിച്ചുപോയ പൂർവികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായാണ് ഇത് സമർപ്പിക്കുന്നത്. കർക്കിടക മാസമായ കർക്കിടകത്തിൽ ഓഗസ്റ്റ് 12 ബുധനാഴ്ചയാണ് 2016 കർക്കിടക വാവ് ബലി ആഘോഷിക്കുന്നത്. മരിച്ചുപോയ പൂർവികരെ സ്മരിക്കുന്നതിനും അവരുടെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നതിനും കുടുംബത്തിന്റെ ക്ഷേമത്തിനും സമൃദ്ധിക്കും വേണ്ടി അവരുടെ അനുഗ്രഹം തേടുന്നതിനുമാണ് ഈ പുണ്യ സന്ദർഭം സമർപ്പിച്ചിരിക്കുന്നത്. കർക്കിടകത്തിലെ അമാവാസി അഥവാ അമാവാസി ദിനത്തിലാണ് പരമ്പരാഗതമായി കർക്കിടക വാവ് ബലി നടത്തുന്നത്. പുണ്യനദീ തീരങ്ങളിലും ബീച്ചുകളിലും ക്ഷേത്രങ്ങളിലും ഭക്തർ ഒത്തുകൂടി ബലിതർപ്പണം നടത്തുകയും പൂർവികർക്ക് ആചാരപരമായ പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നു. ആലുവ, മണപ്പുറം, തിരുവല്ലം, വർക്കല, പാപനാശം, തിരുമുല്ലാമാരം, മറ്റ് പുണ്യസ്ഥലങ്ങൾ എന്നിവയാണ് കേരളത്തിലെ പ്രധാന ആരാധനാ കേന്ദ്രങ്ങൾ. കുടുംബങ്ങൾക്ക് അവരുടെ ആചാരങ്ങൾക്കനുസരിച്ച് വീട്ടിലോ ക്ഷേത്രങ്ങളിലോ ആചാരങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ്. സാധാരണയായി രാവിലെയാണ് ചടങ്ങുകൾ നടത്തുന്നത്. ഭക്തർ ആചാരപരമായ കുളിമുറികളിൽ കുളിച്ച് പൂർവികരെ അനുസ്മരിക്കുന്ന ചടങ്ങിന്റെ ഭാഗമായി വഴിപാടുകൾ അർപ്പിക്കുന്നു. കുടുംബ പാരമ്പര്യങ്ങൾ, ക്ഷേത്ര ആചാരങ്ങൾ, ആചാരം നടത്തുന്ന സ്ഥലം എന്നിവയെ ആശ്രയിച്ച് കൃത്യമായ നടപടിക്രമവും സമയവും വ്യത്യാസപ്പെടാം. പുരോഹിതന്മാരുടെയും പ്രാദേശിക ക്ഷേത്രാധികൃതരുടെയും നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഭക്തരോട് നിർദ്ദേശിക്കുന്നു. കേരളത്തിൽ ഈ ദിനത്തിന് ആഴത്തിലുള്ള ആത്മീയവും സാംസ്കാരികവുമായ പ്രാധാന്യമുണ്ട്. പൂർവികരോടുള്ള നന്ദിയെ ഇത് പ്രതിനിധീകരിക്കുകയും തലമുറകൾ തമ്മിലുള്ള ബന്ധത്തെ, കുടുംബങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. പരേതരായ ആത്മാക്കൾക്ക് സമാധാനം നൽകുമെന്നും പൂർവികരുടെ അനുഗ്രഹങ്ങൾ തേടുമെന്നും വിശ്വാസത്തോടെയാണ് പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.